ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്നോട് കമൻറ്റുകളായി ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ. എനിക്ക് സമയം കിട്ടുന്ന രീതിയിൽ ഞാൻ എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 5-8 സംശയങ്ങളുണ്ട്. അത് എല്ലാവരുടെയും ഡൗട്ടുകളായിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. വിഷൻ ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിന്നാണ് വന്നിരിക്കുന്നത്. ക്യാമറ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എത്ര ഏരിയ കവർ ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, പുതിയ മോഡൽ ക്യാമറകളിലെല്ലാം തന്നെ മൈക്ക് വരുന്നുണ്ട്. ഇൻബിൽഡ് മൈക്ക് വരുന്ന ക്യാമറകളാണ്. അപ്പോൾ നമുക്ക് ഈ ഈ ഒരു കാര്യം ഇതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ക്യാമറ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവസ്ഥ, ക്യാമറ വെളിയിലിരിക്കുന്നുള്ള അവസ്ഥ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അങ്ങനെ ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 8-10 മീറ്റർ വരെ ദൂരം വരെ നമുക്ക് ഇൻഡോർ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുവാണെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വളരെ അത് നമുക്ക് കേൾക്കുന്നുള്ളൂ. ആ ഒരു ചെറിയൊരു ഹൗളിംഗ് സൗണ്ട് പോലെയൊക്കെ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് റൂം അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, അതായത് ടേബിളോ ചെയറോ കട്ടിലോ ബെഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എക്കോ ആയിരിക്കും. പക്ഷേ അതേസമയം ആ ഒരു റൂമിനകത്ത് ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിപ്പുണ്ട്, ക്യാമറ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു 4-5 മീറ്റർ വരെയൊക്കെ ദൂരം പ്രതീക്ഷിക്കാം. ഏതാണ്ട് ഇതേപോലെ തന്നെയായിരിക്കും ഔട്ട്ഡോർ ഇരിക്കുന്ന സമയത്ത് ഒരു 4-5 മീറ്റർ വരെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തോ പറയുന്ന പോലെ കേൾക്കാം, പക്ഷേ അത് അത്രത്തോളം വ്യക്തമല്ല. ഒരു 3 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റും. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാലാണ് കൂടുതൽ നല്ല വ്യക്തതയോട് തന്നെ കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ സംശയം കർമ്മ 95 എന്ന് പറഞ്ഞൊരു മെയിൽ ഐ ഡിന്നാണ്. 2 മെഗാ പിക്സൽ ദഹുവ XVRൽ എത്ര MB സപ്പോർട്ടുള്ള IP ക്യാമറ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് എന്തായാലും കൊടുക്കാൻ സാധിക്കില്ല. കാരണം 2 മെഗാ പിക്സൽ ദഹുവ XVR എന്ന് പറയുമ്പോഴത്തേക്ക് അത് പല പല മോഡലുകൾ വരുന്നുണ്ട്. ഓരോ മോഡലിനനുസരിച്ചായിരിക്കും ഓരോ ക്യാമറ സപ്പോർട്ടിൻ്റെ കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും 6 മെഗാ പിക്സൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് DVRലേക്ക് ഈ ക്യാമറകളെ കണക്ട് ചെയ്ത് ജസ്റ്റ് റെക്കോർഡ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് റെസൊല്യൂഷനിലൊന്നും നമുക്ക് അതിനകത്ത് വീഡിയോ, അതായത് ആ ഒരു ക്യാമറയുടെ അതേ ക്വാളിറ്റി നമുക്ക് റെക്കോർഡ് ആകുമ്പോൾ കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. കാരണം അതിനകത്ത് FPS-ഉം അതായത് ഫ്രെയിം റേറ്റും അതിൻ്റെ ബിറ്റ് റേറ്റ് ഒക്കെ കുറച്ചിട്ടാണ് ആ ഒരു വീഡിയോ DVRലേക്ക് അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി വേറെ മാർഗ്ഗമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ സംശയമാണ്. മനു സാം 2008 എന്ന് പറയുന്ന ഒരു മെയിൽ ഐ ഡിന്ന് വന്നേക്കണതാണ്. പുതിയ വീടിന് വലിയ പൈപ്പ് ഇടണോ കേബിൾ ഇടാൻ? കൺസീൽ ചെയ്താൽ CCTV കേബിൾ ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് വലിക്കാൻ പറ്റുമോ എന്ന്. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ പൈപ്പുകൾ തന്നെ ഉപയോഗിക്കണം. 25 mm, അതായത് 25 mmൻ്റെ പൈപ്പെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാവണം. അതിൻ്റെ ഇടയിൽ, അതായത് വളരെ നീളത്തിലാണ് പൈപ്പുകൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും നൂലോ ചരടോ എന്തെങ്കിലും അതിനകത്തൂടെ കയറ്റിയിട്ടിട്ടുണ്ടാവണം. ഒരുപാട് ബെൻഡുകൾ അല്ലെങ്കിൽ എൽബോ ഒന്നും അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഫിനോലെക്സ്, D-Link, മോളെക്സ്, കോംസ്കോപ്പ് ഏത് കാറ്റ് 6 കേബിൾ ആണെങ്കിലും നല്ല കട്ടിയുണ്ട്. 1-2 കേബിളുകളൊക്കെ നമുക്ക് മാക്സിമം വലിച്ചെടുക്കാം. 3-4 എണ്ണമൊക്കെ വലിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സ്റ്റക്കായി പോവും. ഒരു 11.5 കിലോയിൽ കൂടുതൽ വെയിറ്റ് കേബിളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേബിൾ പൊട്ടിപ്പോകാൻ സാധ്യതയില്ല. പക്ഷേ കേബിളിൻ്റെ പ്രോപ്പർട്ടി മാറിപ്പോയി വീഡിയോ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈപ്പ് ഇടുമ്പോഴത്തേക്കും വളരെ വലിയ പൈപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എറണാകുളത്ത് കാക്കനാട് ഒരു സൈറ്റിൽ ഇതേപോലെ അവർ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേബിൾ വലിക്കാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻസ് പോയ സമയത്ത് അവർക്ക് ആ കേബിൾ വലിച്ചെടുക്കാൻ പറ്റിയില്ല. അവസാനം ആ പൈപ്പ് ഇട്ട ഇലക്ട്രീഷ്യൻ തന്നെ വന്നിട്ട് കേബിൾ വലിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ പുറത്തോടെ അടിച്ച് നമ്മൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ പൈപ്പ് ഇടുന്ന സമയത്ത് വലിയ പൈപ്പ് ഇടാൻ വേണ്ടി നോക്കുക. അതിനുള്ളിൽ കൂടെ ഒരു ചരടോ എന്തേലും ഒരു കയർ എന്തേലും കെട്ടിയിട്ടേക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത സംശയത്തിലേക്ക് പോകാം. ബ്രോ, CCTVയിൽ നിന്ന് 1 മാസം മുമ്പുള്ള വീഡിയോ എടുക്കാൻ പറ്റുമോ, എടുത്തു തരുമോ? ഞങ്ങൾ എടുത്തു കൊടുക്കുന്നില്ല. പക്ഷേ CCTVയിൽ നിന്ന് 1 മാസം മുമ്പുള്ള വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ഡിലീറ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എന്തെങ്കിലും ഡിഫക്റ്റ് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓവറായിട്ട് ആയി പോയി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഭയങ്കര അധികം കുറവായിരിക്കും. അപ്പോൾ ഇത് ഒരു ഡാറ്റ റിക്കവറി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു DVR കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും അത്
നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് ഇട്ടിട്ട് കോപ്പി ചെയ്യാനുള്ള ശ്രമം നടത്തരുത്. ഫയൽ സിസ്റ്റം രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് സനോജ് പ്രാജ് എന്ന് പറഞ്ഞ ഒരു മെയിൽ ഐഡിയിൽ നിന്ന് വന്നേക്കണതാണ്. അതിൻ്റെ ഡാറ്റ വൺ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ വിത്തൗട്ട് NVR? അതായത് ഞാൻ ഒരു H9C ഡ്യുവൽ ലെൻസ് വൈഫൈ ക്യാമറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്നേക്കുന്ന ഒരു സംശയമാണ്. ഈ വൈഫൈ ക്യാമറയുടെ വീഡിയോ വൺ ഡ്രൈവിലേക്കോ ഗൂഗിൾ ഡ്രൈവിലോട്ടോ അങ്ങനെ ഏതെങ്കിലും ക്ലൗഡ് സെറ്റപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്തായാലും അതിനുള്ള പ്രൊവിഷൻ ഇപ്പോൾ കറൻ്റ്ലി H9C ക്യാമറകളിലോ ECC ക്യാമറകളിലോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് സ്വന്തമായിട്ട്, അതായത് ഹിക്വിഷന് സ്വന്തമായിട്ട് ഒരു ക്ലൗഡ് സെർവർ ഉണ്ട്. അവരുടെയിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ക്ലൗഡ് സെർവറുകളൊന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ചാനലിൽ ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ 1-2 വീഡിയോ ഒക്കെ ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അന്ന് ഈ വൈഫൈ ക്യാമറയുടെ അല്ല, വയേർഡ് ക്യാമറകളുടേത് വൺ ഡ്രൈവിലേക്കും ഡ്രോപ്പ് ബോക്സിലേക്കൊക്കെ ഹിക്വിഷന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിക്വിഷന് സ്വന്തമായിട്ട് ക്ലൗഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ മറ്റ് തേർഡ് പാർട്ടി ക്ലൗഡ് സെർവറുകളൊന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് തേർഡ് പാർട്ടി ക്ലൗഡ് സെർവർ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് കേട്ടോ. ഹിക്വിഷന് സ്വന്തമായിട്ട് ക്ലൗഡ് സെർവർ ഉണ്ട്. അവരുടെ ക്ലൗഡ് സെർവറിലേക്ക് നമ്മുടെ വീഡിയോ ഇടാൻ പറ്റും. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡ്രൈവിലേക്ക് ഇടാൻ പറ്റുമെന്നാണ്. വൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സെർവറാണ്. അതിലേക്ക് ഇടാൻ പറ്റുമെന്നാണ്. അതിലേക്ക് എന്തായാലും ഇടാൻ പറ്റത്തില്ല. ഹിക്വിഷൻ്റെ ഇസ്വിസ് ബ്രാൻഡിൽ വരുന്ന അവരുടെ തന്നെ സ്വന്തം ക്ലൗഡ് ഉണ്ട്. അതിലേക്ക് ഇടുന്നതിന് ഒരാഴ്ചത്തെ വീഡിയോയ്ക്ക് മാത്രം 350 രൂപയോളം ചാർജ് വരുന്നുണ്ട്. നമ്മൾ ഒരു മാസത്തെ വീഡിയോ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 650 രൂപയോളം അതിന് ചാർജ് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വൺ ഡ്രൈവിലേക്ക് ഇടുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഫ്രീ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോയി ഓഹനാൻ 51 എന്നുള്ളൊരു മെയിൽ ഐ ഡിയിൽ നിന്ന് വന്നേക്കണതാണ്. ഹായ് ബ്രോ, ഹിക്വിഷൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നാട്ടിലുള്ളതും ഗൾഫിലുള്ളതുമായ DVR ഓൺലൈനിൽ ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് റീജിയൻ എന്ന് കാണിക്കുന്നുണ്ട്. ഗൾഫിലുള്ളത് ആഡ് ആകുന്നില്ല. എന്താണ് പരിഹാരം? ഒരു ആപ്ലിക്കേഷനിൽ ഒരു റീജിയൻ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്ലീസ് റിപ്ലൈ. എന്തായാലും അദ്ദേഹം ചോദിച്ചേക്കുന്ന സംശയം ഇതാണ്. അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ കേരളത്തിലൊരു DVR ഉണ്ട്. അവിടെ പുള്ളിക്കാരൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് DVRനെ പുള്ളിയുടെ ഫോണിൽ കാണുന്ന രീതിയിലേക്ക് ആക്കി. എന്നിട്ട് അദ്ദേഹം ഗൾഫിന് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ മറ്റൊരു DVR ഉണ്ട്. ആ വീട്ടിലിരിക്കുന്ന DVRനെ അദ്ദേഹം അതേ അക്കൗണ്ടിലേക്ക് തന്നെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ കിട്ടുന്നില്ല. അപ്പോഴാണ് മെസ്സേജ് വരുന്നത് ഡിഫറൻറ്റ് റീജിയൻ എന്ന് കാണിക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം അവരുടെ ആ ഒരു സെർവർ എന്ന് പറഞ്ഞാൽ റീജിയൻ സ്പെസിഫിക് ആണ്. അതുകൊണ്ട് 2 ഡിഫറൻറ്റ് രാജ്യങ്ങളിലെ DVRകളെ നമുക്ക് ഒരൊറ്റ അക്കൗണ്ടിലേക്ക് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ബൈ ഡീഫോൾട്ട് അതിൻ്റെ ഉള്ളിൽ ഇല്ല. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അവിടെ മറുപടി തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോമൺ ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കാണുന്ന രീതിയിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.